നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേരള PSC HS നാച്ചുറൽ സയൻസിന്റെ വെർമി കൾച്ചർ എന്ന് പറയുന്ന പോർഷനാണ്. അതായത് ഫൈലം അനലീഡയുടെ അനുബന്ധമായിട്ട് വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് വെർമി കൾച്ചർ എന്നുള്ളത്. അപ്പോൾ വെർമി കൾച്ചറിനെ കുറിച്ച് നമുക്കിന്നൊന്ന് പഠിച്ചേക്കാം. മണ്ണിര കൃഷി അഥവാ വെർമി കൾച്ചർ. എന്താണ് വെർമി കൾച്ചർ? ചില ഇനം മണ്ണിരകളെ ഉപയോഗിച്ച് ജൈവ മാലിന്യങ്ങളെ മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് മണ്ണിര കൃഷി. അതായത് മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ബയോ വേസ്റ്റുകളെ, അതായത് ജൈവ മാലിന്യങ്ങളെ കമ്പോസ്റ്റ് വളമാക്കി മാറ്റുന്ന ഒരു ടെക്നിക്കാണ് മണ്ണിര കൃഷി എന്ന് പറയുന്നത്. മണ്ണിരകളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, അവര് ഡെട്രിറ്റിവോഴ്സ് ആണ് അല്ലെ. അഴുകുന്ന ജൈവ വസ്തുക്കളാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ മണ്ണിരകള് അഴുകുന്ന ജൈവ വസ്തുക്കളെ കഴിക്കുകയും അതിൽ നിന്ന് അവരുടെ എക്സ്ക്രീറ്റി ആയിട്ട് അവയുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യും. അപ്പൊ ഈ അഴുകുന്ന ജൈവ വസ്തുക്കളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവര് പുറന്തള്ളുമ്പോഴേക്കും ഇതൊരു വളമായിട്ട് അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ പുഴുവളം അഥവാ വെർമി കമ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തില് മണ്ണിരകളെ വളർത്തുന്നതും ജൈവമാലിന്യങ്ങൾ പോഷക സമ്പുഷ്ടമായ വളമാക്കി വിഘടിപ്പിക്കുന്നതിന് മണ്ണിരകളെ ഉപയോഗിക്കുന്നതുമാണ് എന്ത്? മണ്ണിര കൃഷിയും മണ്ണിര കമ്പോസ്റ്റിങ്ങും. മണ്ണിരകളെ ഇതിനു വേണ്ടിയിട്ട് വളർത്തുന്നതിനെയാണ് മണ്ണിര കൃഷി എന്ന് പറയുന്നത്. മണ്ണിര കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളം ഉണ്ടാക്കുന്ന പ്രക്രിയനെയാണ്. അപ്പൊ മണ്ണിര കൃഷിയും മണ്ണിര കമ്പോസ്റ്റും എല്ലാം ചേർന്നതാണ് എന്ത്? വെർമി കൾച്ചർ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ. 1970-കളിൽ ഒരു ജീവശാസ്ത്ര അധ്യാപികയായ മേരി അപ്പൽഹിം ആണ് മണ്ണിര കൃഷി ആദ്യമായി അവതരിപ്പിച്ചത്. അടുക്കള മാലിന്യങ്ങൾ വെർമി കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നതിന് ഇൻഡോർ ഔട്ട്ഡോർ സിസ്റ്റങ്ങളിൽ കമ്പോസ്റ്റ് ചെയ്യുന്നതിനായി റെഡ് വിഗ്ലർ വേമുകൾ, അതായത് ഐസീനിയ ഫെറ്റിഡ എന്ന മണ്ണിരയെ ഉപയോഗിക്കുന്ന ആശയമാണ് അവർ വികസിപ്പിച്ചെടുത്തത്. മണ്ണിര കമ്പോസ്റ്റിങ്ങിന് ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമെന്ന് നോക്കാം. വിള അവശിഷ്ടങ്ങൾ, പച്ചക്കറി മാലിന്യം, കന്നുകാലി ചാണകം, ഉണങ്ങിയ ഇലകൾ, കാർഷിക വ്യവസായങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അനുയോജ്യമായ ഒരു കണ്ടെയ്നർ, ഈ കണ്ടെയ്നറുകളൊക്കെ വെക്കാൻ ആവശ്യമായ ഒരു ഷെഡ്, കുഴികള്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ജലവിതരണ സംവിധാനങ്ങള്, പിന്നെ പ്രധാനമായിട്ട് മണ്ണിരകള്. ഇത്രയുമാണ് മണ്ണിര കമ്പോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. അതാ നോക്ക്, റോ മെറ്റീരിയൽസ് ഫുഡ് വേസ്റ്റ് വരും, ആനിമൽ വേസ്റ്റ് വരും, അഗ്രോ വേസ്റ്റ് വരും, പ്ലാന്റ് വേസ്റ്റ് വരും, പിന്നെ എർത്ത് വേം വരും, പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ബിന്ന്, അതുപോലെ തന്നെ ഷെഡ്, വാട്ടർ സപ്ലൈ ഒക്കെ മണ്ണിര കമ്പോസ്റ്റിങ്ങിന് ആവശ്യമാണ്. വെർമി കൾച്ചറിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മണ്ണിരകൾ അതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യത വരുന്നത്. ഐസീനിയ ആൻഡ്രീ, ഐസീനിയ ഫെറ്റിഡ, ലുംബ്രിക്കസ് റുബെല്ലസ്, അതുപോലെ തന്നെ ഫെററ്റിമ, പെരിയോണിക്സ്, യൂട്രിലസ് യൂജീനിയെ തുടങ്ങിയവയാണ് വെർമി കൾച്ചറിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മണ്ണിരകൾ. ഇതിൽ ഓരോന്നിനെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ സ്ഥലത്തെയും താപനിലയും അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തെയും. ഇപ്പൊ ഉഷ്ണമേഖലയിൽ ഉപയോഗിക്കുന്നതല്ല ശീതമേഖലയിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഓരോ സ്പീഷീസുകളും നമ്മളുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് മണ്ണിര കമ്പോസ്റ്റിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് അനുയോജ്യമായ അളവുകളുള്ള ഒരു കണ്ടെയ്നർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. കണ്ടെയ്നറിന്റെ കുഴിയിൽ ഒരു വേം ബെഡ് ഉണ്ടാക്കുക, പുഴുകിടക്ക ഉണ്ടാക്കുന്നു. അതിനായിട്ട് പഴയ പേപ്പറുകള്, കരിമ്പിന്റെ അവശിഷ്ടങ്ങൾ, അതായത് അഗ്രികൾച്ചറൽ വേസ്റ്റുകള്, പിന്നെ കയർ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയൊക്കെ ചേർത്ത് നിരത്തിയിടും. എന്നിട്ട് ഈ മിശ്രിതത്തിന് മുകളിലായിട്ട് ഒരു നേർത്ത പാളി മണ്ണ് വിതറും. എന്നിട്ട് അതിന്റെ ഈർപ്പം 40 മുതൽ 45% വരെ നിലനിർത്തുന്നതിനായി കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും. പിന്നീട് ജൈവ മാലിന്യങ്ങൾ, ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി, അതുപോലെ തന്നെ കന്നുകാലി ചാണകം തുടങ്ങിയവയുടെ ഒരു മിശ്രിതം ഈ കിടക്കയിൽ വിതറും. എന്നിട്ട് ഇത് 2 ആഴ്ചത്തേക്ക് അങ്ങനെ തന്നെ ഒരു ഹാഫ് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കും. ഈ സമയത്ത് നമ്മൾ മണ്ണിരകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആദ്യം ഈ ബെഡ് തയ്യാറാക്കിയാണ് വെച്ചേക്കുന്നത്. ഈ സമയത്ത് ഈ വേം ബെഡിന്റെ താപനില ഏകദേശം 50 മുതൽ 55 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ട് ഉയരും. ഇതുപോലെ
കണ്ടോ, ഒരു ഷെഡ് നമ്മൾ അനുയോജ്യമായ രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുകയും വേണം, എന്നാൽ ഓവറായിട്ട് ലഭിക്കുകയും ചെയ്യരുത്. ആ രീതിയിൽ നമ്മൾ ഒരു ഷെഡ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ വേം ബെഡുകൾ പ്രിപ്പയർ ചെയ്യുക. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വെർമി കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിനാണ് ഇങ്ങനെ വലിയ ഷെഡുകളും വലിയ വേം ബെഡുകളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെറിയ സെറ്റപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഈ വേം ബെഡിൽ ദോഷകരമായ സൂക്ഷ്മാണുക്കൾ, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മുതൽ 10% വരെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കും. എന്നിട്ട് ഇതിന്റെ താപനില 30 ഡിഗ്രിയിലേക്ക് തണുപ്പിച്ച ശേഷം മാത്രമാണ് മണ്ണിരകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം 100 കിലോഗ്രാം ജൈവവസ്തുവിന് ഏകദേശം 500 ഓളം മണ്ണിരകളെ കൊണ്ടുവരുന്നുണ്ട്. ഈ മണ്ണിരയെ സംരക്ഷിക്കുന്നതിനായിട്ട്, അതായത് ഇതിന് സൂര്യപ്രകാശം ഒന്നും അധികം തട്ടാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മണ്ണിരകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേം ബെഡിന് മുകളിൽ അല്ലെങ്കിൽ ഈ സെറ്റപ്പിന് മുകളിലായിട്ട് വൈക്കോലോ അല്ലെങ്കിൽ ചണവസ്ത്രങ്ങൾ, അതായത് ചാക്കോ ഒക്കെ കൊണ്ട് മൂടിയിടും. എന്നിട്ട് അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എപ്പോഴും ഈ വേം ബെഡിന്റെ അല്ലെങ്കിൽ ഈ സെറ്റപ്പിന്റെ ടെമ്പറേച്ചർ ഏകദേശം 20-30 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിലനിർത്തണം. അതുപോലെ തന്നെ ഈർപ്പം 45 മുതൽ 50% വരെ ഈർപ്പം ഉണ്ടാകുകയും ചെയ്യണം. pH 6.5 to 7 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ടോ, വെർമി കമ്പോസ്റ്റിങ്ങിന്റെ ഒരു ലെയറിംഗ് സിസ്റ്റം ഇങ്ങനെയാണ്. ഏറ്റവും മുകളിലായിട്ട് ഒരു കവർ ഉണ്ടാകും. പിന്നെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ എയർ വെന്റ്സ്, വായു സഞ്ചാരം ധാരാളമുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ കവറിന് താഴെയായിട്ട് വേം ബ്ലാങ്കറ്റ്, നമ്മൾ പറഞ്ഞില്ലേ, ഒരു ചണമോ അല്ലെങ്കിൽ വൈക്കോലോ കൊണ്ടൊരു ബ്ലാങ്കറ്റ് പോലെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മിഡിൽ ലെയറിലായിട്ടാണ് നമുക്ക് വേംസിനെ ഒക്കെ കാണാൻ സാധിക്കുക. വേംസ് ആക്റ്റീവായിട്ട് ഇതിന്റെ ഡൈജഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ നടത്തുന്ന ഒരു ഏരിയയാണ് മിഡിൽ ഏരിയ. താഴത്തെ പോർഷനിലേക്കാണ് ഈ വേം കാസ്റ്റിങ്സ് വീഴുക. അപ്പോൾ അതിന് താഴെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാകും. അതിൽ കൂടി സ്ലറി ഒഴുകി താഴേക്ക് വരും. ഇതിനെ വേം ടീപ്പ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടാപ്പും കൂടി സംവിധാനം ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് ഒരു ചെറിയ രീതിയിലുള്ള വെർമി കമ്പോസ്റ്റിങ്ങിന്റെ സെറ്റപ്പ്. കമ്പോസ്റ്റ് ഏകദേശം 45-60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തയ്യാറാകും. അത് തയ്യാറായ ശേഷം മണ്ണിര കമ്പോസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ സൂര്യപ്രകാശത്തിൽ കൂമ്പാരം പോലെ ഇങ്ങനെ വിതറും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മണ്ണിരകൾക്ക് സൂര്യപ്രകാശത്തിനോട് സംവേദനക്ഷമതയുണ്ടല്ലോ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, സൂര്യപ്രകാശത്തിൽ നിന്ന് ഒളിക്കാനായിട്ടാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഈ മണ്ണിരകളെല്ലാം ഈ കൂമ്പാരത്തിന്റെ അടിഭാഗത്തേക്ക് നീങ്ങും. അപ്പൊ നമുക്ക് മുകളിലത്തെ ഭാഗം നീക്കം ചെയ്ത് കമ്പോസ്റ്റ് എടുക്കാം. ഇങ്ങനെയാണ് മണ്ണിരകളെ കമ്പോസ്റ്റിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇനി ഈ വെർമി കൾച്ചറിന്റെ പ്രാധാന്യം എന്താണ്? ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിസ്ഥിതി സൗഹൃദമാണ്. ഇത് മാലിന്യ കൂമ്പാരം കുറയ്ക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതില് ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കുന്നത് കൊണ്ട് ഒരു എന്താ പറയുക, ഹാംഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒന്നും പ്രൊഡക്ഷൻ ഒന്നും അധികം ഉണ്ടാകുന്നില്ല. വേം ബിന്നിന്റെ അടിയിലുള്ള വേം ലിക്വിഡ്, അത് വേം ടീ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ഗാർഡനിലൊക്കെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിനെ പോഷകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുന്നതിലൂടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താൻ ഈ വെർമി കമ്പോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മണ്ണിന്റെ വെള്ളം നിലനിർത്തലിനുള്ള കഴിവ്, മണ്ണിന്റെ സുഷിരം, അതുപോലെ തന്നെ വായു സഞ്ചാരവും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് രാസവളങ്ങളുടെ ആവശ്യകത വളരെയധികം കുറയ്ക്കുകയും ജൈവവസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് മണ്ണിര കൃഷിയുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഫൈലം അനലീഡയുടെ അനുബന്ധമായിട്ടുള്ള ഒരു ചെറിയ പോർഷനാണ്. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടായിരുന്നത് കൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. HSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിലൂടെ സിലബസ് പ്രകാരമുള്ള വീഡിയോകൾ ലഭ്യമാക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video. Bye.